ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഉള്ളി പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 or 3 ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി ക്ലീനാക്കി വെച്ചതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്ത് എങ്ങനെ എടുക്കുന്നത് നോക്കാം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല നൈസാക്കിയിട്ട് കട്ട് ചെയ്യരുത്. കുറച്ച് ഒരു മീഡിയം സൈസ് പോലെ ആക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. നല്ല നൈസാക്കരുത്. നമ്മൾ കറികൾക്കൊക്കെ ആക്കുന്ന പോലെ നല്ല നൈസാക്കരുത്. ചെറിയൊരു സൈസ് വലിപ്പത്തിൽ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ചോറിൻ്റെ കൂടെ ഇത് കഴിച്ച്, ചോറിനല്ല പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാനും രസമാണ് കേട്ടോ. അപ്പോൾ ചിലവർക്ക് ചില ടേസ്റ്റ് ഒരു ഫുഡിൻ്റെ കൂടെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത് പൊറോട്ട കൂടെ ആണെങ്കിലും പത്തിരിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് നൈസാക്കരുത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലിന് ഇട്ട് കൊടുക്കാൻ നോക്കുക. കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടിയാണെങ്കിൽ അത് എരിവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരുപാട് കൂടണ്ട. കാരണം ഉള്ളിയൊക്കെ സെറ്റായി വരുമ്പോൾ ഒരു കുറച്ച് കൂടിയാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഉണ്ട്. ഗരം മസാല നിർബന്ധമാണ്, അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടണത്. അപ്പോൾ ഗരം മസാല എന്തായാലും ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. 1 സ്പൂണോളം വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, അതാണ് ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് അങ്ങോട്ട് അമർത്തി മിക്സ് ചെയ്ത് കൊടുക്കരുത് മാത്രം കേട്ടോ. കൈ കൊണ്ടാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഉള്ളി ഒരുപാടായിട്ട് അങ്ങോട്ട് കുഴച്ച് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഉള്ളിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു 10 മിനിറ്റ് ഒക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും ഒരു മസാല ആകുമ്പോൾ പിടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അപ്പോൾ പാൻ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ മീൻ പൊരിക്കാനൊക്കെ ഒഴിക്കുന്ന പോലെ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മളിത് മിക്സ് ചെയ്ത് വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ പരത്തിയിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം നമ്മൾ ഇതിട്ടതിന് ശേഷം മീഡിയത്തിലാണ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഹൈയിലിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളി കരിഞ്ഞു പോകും. നമ്മളിപ്പോൾ കറിക്കൊക്കെ ചിലത് വറുത്തെടുക്കില്ലേ, ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ അതിനുണ്ടാവുക. ആ രീതിയിലും അല്ല ആക്കിയെടുക്കേണ്ടത്. നമുക്കത് കുഴഞ്ഞ ഒരു രൂപത്തിലാണ് വേണ്ടത്. നമ്മൾ കറിയിൽക്കൊക്കെ ആക്കിയെടുക്കാനായിട്ട് വേറൊരു ടേസ്റ്റാണ് ഈ ഉള്ളിക്ക് ഉണ്ടാവുക. നമ്മുടെ കറി ഇപ്പോൾ നമ്മൾക്ക് മസാലക്കെട്ട് കറിക്ക് വാട്ടിയെടുക്കില്ല, ആ ഒരു ടേസ്റ്റ് അല്ല ഈ ഉള്ളിക്ക് ഉണ്ടാവുക കേട്ടോ. ഒരു ടേസ്റ്റാണ് ഈ ഉള്ളി പൊരിച്ചതിന് ഉണ്ടാവുക കേട്ടോ. നമ്മളിതാ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ഉള്ളിയുടെ കളറൊക്കെ മാറി വരണം. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അതിങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കും തോറും അതങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ. നമ്മൾ ഇളക്കി കൊടുത്ത് നമ്മൾ ഉള്ളിലേക്ക് സെറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജ് ആവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില പിച്ചിട്ടാണെങ്കിൽ നമ്മളങ്ങനെ കറിവേപ്പില എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉള്ളിയുടെ കൂടെ ഈ കറിവേപ്പില കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇട്ടിട്ട് തന്നെ ചെയ്യണത്. ഇപ്പോൾ ഉള്ളി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കോരി എടുക്കണ്ട. നമ്മളിതേപോലെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. ഒരു സൈഡിലേക്ക് നീക്കി കൊടുത്ത് ഇങ്ങനെ കുറച്ച് നേരം വെച്ചാൽ തന്നെ അതിലത്തെ എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി താഴത്തേക്ക് വരും. എന്നിട്ട് നമ്മൾ ആ എണ്ണയൊക്കെ ഒന്ന് മാറുന്ന വന്നതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കോരി എടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മളെ ഉള്ളി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പോൾ ദോശയുടെ ചപ്പാത്തിയുടെ പൊറോട്ട കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഉള്ളി വറുത്ത രീതിയിലല്ല എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.